2026 റിപ്പബ്ലിക് ദിന പരേഡിൽ ചരിത്രത്തിലാദ്യമായി ഇന്ത്യൻ സൈന്യത്തിന്റെ ആനിമൽ കണ്ടിൻജന്റ് കർത്തവ്യപഥിൽ അണിനിരക്കുന്നു. ലഡാക്കിലെ മഞ്ഞുമലകളിൽ സൈന്യത്തിന്റെ കരുത്തായ ബാക്ടീരിയൽ ഒട്ടകങ്ങളും സാൻസ്കാരി കുതിരകളും തദ്ദേശീയ ഇനത്തിൽപ്പെട്ട നായ്ക്കളും വേട്ട പക്ഷികളും പരേഡിൽ പ്രധാന ആകർഷണമാവും. കർത്തവ്യപഥിൽ ഇതാദ്യമായി ഇന്ത്യൻ സൈന്യത്തിന്റെ ആനിമൽ കണ്ടിൻജന്റ് പങ്കെടുക്കുന്നു. രാജ്യത്തിന്റെ അതിർത്തികളിൽ, പ്രത്യേകിച്ച് ദുർഘടമായ ഹിമാലയൻ മേഖലകളിൽ സൈന്യത്തിന് നൽകുന്ന നിസ്തുലമായ സേവനത്തിനുള്ള ആദരമായാണ് ഇത്തവണത്തെ പരേഡിൽ മൃഗസേനയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. റിമൗണ്ട് ആൻഡ് വെറ്റിനറി കോർപ്സിന്റെ നേതൃത്വത്തിലാണ് ഈ വിഭാഗം അണിനിരക്കുന്നത്. 2 ബാക്ടീരിയൻ ഒട്ടകങ്ങൾ, 4 സാൻസ്കാരി കുതിരകൾ, 4 വേട്ടപ്പക്ഷികൾ കൂടാതെ 16 സൈനിക നായ്ക്കൾ എന്നിവയാണ് പരേഡിൽ പങ്കെടുക്കുന്നത്. ഇതിൽ 10 നായ്ക്കൾ മുദോൾ, രാജപാളയം തുടങ്ങിയ തനത് ഇന്ത്യൻ ഇനങ്ങളിൽപ്പെട്ടവയാണെന്നത് ശ്രദ്ധേയമാണ്. ലഡാക്കിലെ കൊടുന്തണുപ്പിലും ഉയർന്ന പ്രദേശങ്ങളിലും 250 കിലോയോളം ഭാരം ചുമക്കാൻ ശേഷിയുള്ള ബാക്ടീരിയൻ ഒട്ടകങ്ങളാണ് സംഘത്തെ നയിക്കുന്നത്. ഒപ്പം ഡ്രോണുകളെ പ്രതിരോധിക്കാൻ പരിശീലനം ലഭിച്ച പരുന്തുകളും ആകാശക്കാഴ്ചകളിൽ വിസ്മയമാകും. ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായി തദ്ദേശീയ മൃഗങ്ങളെ സൈന്യത്തിന്റെ ഭാഗമാക്കുന്നതിന്റെ നേർസാക്ഷ്യം കൂടിയാകും ഈ വർഷത്തെ റിപ്പബ്ലിക് ദിന പരേഡ്. നാഷണൽ ഡെസ്ക്, ഷെക്കൈന ന്യൂസ്.